ഹലോ കൂട്ടുകാരി, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അതേപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാൻ കേട്ടോ. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകുന്നതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മുടെ പാലക്കീഴ്ക്കാവിലെ കുമ്മാട്ടി മഹോത്സവമാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് കുമ്മാട്ടികളിൽ വലിയ കുമ്മാട്ടി, നമ്മുടെ പാലക്കീഴ്ക്കാവിലെ കുമ്മാട്ടി. അപ്പോൾ രാവിലെ തന്നെ അച്ഛനൊക്കെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉണ്ണകൾക്കൊക്കെ എക്സാം ആയതുകൊണ്ട് അവർക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും ഏപ്രിലാണ് വരിക, ഇപ്രാവശ്യം കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു 8 മണി ആയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ട് കേട്ടോ. രാവിലെ തന്നെ നല്ല തിരക്കുണ്ട്. കുറേ കടകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ കടകളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുല്ലപ്പൂ കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്ക് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരു 9 മണിക്ക് നമ്മുടെ ശ്രീവേലി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിൽ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ പോയി തൊഴുതിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ലോണം തിരക്കായിരിക്കും. നമുക്ക് ഉണ്ണിനും കൂടെ അധികം തിരക്കിൽ തൊഴാൻ പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ നല്ല ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ പോയി കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അമ്പലമൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഫുള്ളും ഫ്ലവറൊക്കെ കൊണ്ട് നല്ല അണിഞ്ഞൊരുങ്ങി അടിപൊളിയാക്കി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ശ്രീവേലിക്കുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിനെയൊക്കെ അലങ്കരിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നമ്മുടെ ഈ കുമ്മാട്ടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വേഷങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ചെറിയ ചെറിയ കുട്ടികൾ, പെൺകുട്ടികൾ, അതേപോലെ ചെറിയ ചെറിയ ചെക്കന്മാർ, അവർക്കൊക്കെ ഇങ്ങനെ കരി കാര്യങ്ങളൊക്കെ ദേഹത്തൊക്കെ പുരട്ടിയിട്ട് ഇങ്ങനെ വീടുകളിലൊക്കെ വരാറുണ്ട്. പിന്നെ അമ്പലത്തിലൊക്കെ കാണാറുണ്ട് കേട്ടോ. പേട്ടനൊക്കെ കല്യാണം കഴിയാത്ത മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച ശേഷം കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഈ കുമ്മാട്ടിക്ക് പറഞ്ഞ കുറേ ഐതിഹ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ 7 കൊല്ലം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ മൂന്നാമത്തെ കുമ്മാട്ടി കേട്ടോ. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറഞ്ഞു തരണമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് അത് പറയാത്തത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോകുമ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അമ്പലത്തിലും അതേപോലെ കുറേ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ആനക്കുട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ അടുത്ത് നിന്നും കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ശ്രീവേലിക്കുള്ള ആനകളൊക്കെയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം അപ്പുക്കുട്ടനെ ആനയൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ ദിക്കും തോറും തിരക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. കാരണം സമയം ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ ഉണ്ണികളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ തൊഴുതിൽ നേരെ വീട്ടിലേക്ക് പോകാമെന്നത്. അച്ഛൻ പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. പിന്നെ ഞങ്ങൾ കുറച്ച് വഴിയിൽ കുറച്ച് എത്തിയപ്പോഴേക്കും നമ്മുടെ കുഞ്ഞു മക്കൾ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കുറച്ച് കൃഷ്ണനും രാധയൊക്കെ തോന്നുന്നു കേട്ടോ. വേഷം കിട്ടിയിട്ട് കുട്ടികൾ വീട്ടിൽ പിരിക്കാൻ പോവുകയാണ്. പിന്നെ അവർക്കുള്ള ക്യാഷ് കാര്യങ്ങളൊക്കെ ഒരു ഉണ്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ഉണ്ണികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുകുട്ടനും കഴിക്കാൻ കൊടുത്ത് ഏട്ടനും കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ നേരെ ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ഇഡ്ഡലി വെച്ചിട്ട് കുറേ സമയം എടുക്കും കേട്ടോ. പിന്നെ ഇവരുടെ കളിയും കൂടി ആസ്വദിച്ച് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ അപ്പുകുട്ടൻ്റെ ഏട്ടനെയും കളിയൊക്കെ കണ്ടിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ വേഷങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ അമ്മ അവർക്കുള്ള ക്യാഷ് കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അപ്പുകുട്ടൻ നമ്മുടെ ബോളുകളിൽ മതിയായപ്പോൾ കുറച്ച് കടയൊക്കെ ഇട്ടിട്ട് ചെറിയൊരു പായൊക്കെ വിരിച്ചിട്ട് കടയൊക്കെ സെറ്റ് ചെയ്തിട്ട് കളിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് അപ്പുകുട്ടിയോട് കളിക്കാൻ മേമന്മാരൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കിച്ചണിൽ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ നമ്മളെല്ലാ പ്രാവശ്യം കുമ്മാട്ടിയൊക്കെ അതിഗംഭീരമായിട്ട് ആഘോഷിക്കാറുണ്ട്. ഈ പ്രാവശ്യം ചെറിയൊരു രീതിക്ക് ആഘോഷിക്കാൻ വിചാരിച്ചു. കാരണം നമുക്ക് അച്ഛമ്മ മരിച്ചുകൊണ്ട് അധികം ആഘോഷിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ചിക്കൻ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു സാമ്പാറും അതൊരു മാമ്പഴ പുളിശ്ശേരി, മാമ്പഴത്തിൻ്റെ സീസണാണല്ലോ. പിന്നെ ഒരു പേരി, പപ്പടം, അച്ചാർ, അങ്ങനത്തെ ഒരു ചെറിയൊരു രീതിയാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് കാര്യങ്ങളൊക്കെ വേഗം വെച്ചിട്ടുണ്ട് ചേച്ചി. പിന്നെ കഷ്ണങ്ങളൊക്കെ ഇതാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പിന്നെ എല്ലാത്തിനുള്ള തേങ്ങയൊക്കെ ചിരകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 11:30-12 മണിക്ക് നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുക്കുട്ടൻ പിന്നെ കുട്ടികൾ കൂടുമ്പോൾ അറിയാലോ, അടിപിടി ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അടി കഴിഞ്ഞപ്പോൾ ഏട്ടൻ പോയി എടുത്തിട്ട് വരികയാണ് കേട്ടോ. പിന്നെ ഏട്ടൻ കുറച്ച് നേരം അവനെ ഇടിച്ച് കളിപ്പിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ വന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിനി വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കുമ്മാട്ടി, വൈകുന്നേരം നമ്മുടെ ജംഗ്ഷനിൽ ഇങ്ങനെ പരിപാടി ദേശവേലകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി പോകും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നേരെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോട്ടെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീണ്ടും കാണാം.